രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് തന്നെ പറയട്ടെ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ കാര്യം നമ്മൾ അനുസരിക്കേണ്ട അവസ്ഥയിലാണ് ഇന്ന് ഈ രാജ്യമുള്ളത്. അതിനാൽ തന്നെ രാജ്യത്തെ ഒട്ടുമിക്ക ജനങ്ങളും നരേന്ദ്രമോദി പറഞ്ഞ കാര്യങ്ങളും കേരളത്തിൽ നിന്നുള്ള കേരള സർക്കാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും വളരെ വ്യക്തമായി അനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നുള്ളത്. പക്ഷേ ആരാണ് മോദി പറഞ്ഞത് കേൾക്കാത്തത്? ആരാണ് മോദി പറയുന്നതിന് വിരുദ്ധമായി ചെയ്യുന്നത്? രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളോ രാജ്യത്തെ മതേതരത്വ വിശ്വാസികളായിട്ടുള്ള പൊതുജനങ്ങളോ അല്ല, സംഘികളാണ്, BJP നേതാക്കളാണ്. BJPയുടെ വൻ കോമരങ്ങൾ തന്നെയാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ ലംഘിക്കുന്നുള്ളത്. നരേന്ദ്രമോദി പോലീസുകാരോട് കൃത്യമായി പറയണം നല്ല അടി കൊടുക്കാൻ. ചന്തിക്ക് നല്ല അടി കൊടുത്ത് അവിടെ ഇരിക്കാൻ മോദി പറഞ്ഞു കൊടുക്കേണ്ടത് മോദിയുടെ കൂട്ടത്തിലുള്ള ഭീമന്മാർക്ക് തന്നെയാണ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മോദി പറഞ്ഞ കാര്യങ്ങൾ പരിപൂർണമായും ലംഘിച്ചുകൊണ്ട് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് വലിയ ഒരു സന്നാഹത്തോടു കൂടി തന്നെ അയോധ്യയിലെത്തിയിരിക്കുകയാണ്. യോഗിയോടൊപ്പം യോഗിയുടെ കൂടെയുള്ള BJPയുടെ പ്രമുഖ നേതാക്കളും ഉണ്ടായിരുന്നു എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ആ ദൃശ്യത്തിന്റെ ചില ഭാഗങ്ങൾ നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. യോഗി വരുന്നു, അവിടെയുള്ള രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള രാമവിഗ്രഹം അവിടെ നിന്ന് എടുത്തു മാറ്റാനായിട്ടാണ് UP മുഖ്യമന്ത്രി എത്തിയിട്ടുള്ളത്. ഏതവസ്ഥയിലാണ് അദ്ദേഹം അവിടെ എത്തിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. കൊറോണ രാജ്യത്ത് വ്യാപകമായി പടർന്നു നിൽക്കുകയാണ്. രാജ്യത്തെ ജനങ്ങളൊക്കെ വീട്ടിലിരിക്കണം എന്ന് പറയുന്ന സമയത്തും ഇവർക്ക് ഇപ്പോഴും മതം തലക്ക് പിടിച്ചിരിക്കുകയാണ്. ഈ മതഭ്രാന്ത് തന്നെയാണ് ആപത്ത്. ഈ യോഗി ആദിത്യനാഥ് അയോധ്യയിലെ ആ ക്ഷേത്രം നിർമ്മിക്കുന്ന പരിസരത്തേക്ക് വരുന്നു, വിഗ്രഹം എടുക്കുന്നു. ആ സമയത്ത് യോഗിയുടെ കയ്യിൽ ഒരു കയ്യുറയില്ല, ഒരു മാസ്ക് ഇല്ല, ഒരു സുരക്ഷാ സംവിധാനവുമില്ല. യോഗിയുടെ കൂടെയുള്ള ആളുകൾ ഒരു സുരക്ഷാ സംവിധാനവുമായിട്ട് മുന്നോട്ട് വരുന്നില്ല. അവർക്കാർക്കും കൊറോണയെ പേടിയില്ല എന്ന രീതിയിൽ മുന്നോട്ട് വരുമ്പോൾ ഇവരെ മാതൃകയാക്കിയിട്ടല്ലേ അവിടുത്തെ പൊതുജനങ്ങൾ മുന്നോട്ട് പോവുക. അതുകൊണ്ടാണ് പറയുന്നത് ആദ്യ അടി പൊട്ടിക്കേണ്ടത് യോഗി ആദിത്യനാഥിനാണ്. തെരുവുകളിൽ പോലീസുകാർ ലാത്തി വീശുന്നത് പോലെ തെരുവിലിറങ്ങി ഇതുപോലെ തോന്നിവാസം കാണിക്കുന്ന ആളുകൾക്ക്, സന്നദ്ധ പ്രവർത്തനം ചെയ്യുന്നവരെയല്ല, ഇതുപോലെ തോന്നിവാസം കാണിക്കുന്നവർക്കാണ് നരേന്ദ്രമോദിജി നിങ്ങൾ ആദ്യം അടി കൊടുക്കേണ്ടത്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരു അനുസരണ കാണിക്കുന്നത്. കാരണം നിങ്ങൾ എപ്പോഴും രാഷ്ട്രീയം പറയുന്നു, പക്ഷേ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അത് അനുസരിക്കേണ്ടതാണെന്ന് വിചാരിച്ച് ഞങ്ങൾ അനുസരിക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള യോഗി ആദിത്യനാഥും കൂട്ടരും നിങ്ങൾ അനുസരിക്കുന്നില്ല, നിങ്ങൾക്ക് പുല്ലുവിലയാണ് കൽപ്പിക്കുന്നുള്ളത്. ആദ്യം നിങ്ങൾ നിങ്ങളുടെ പോലീസുകാരോട് നല്ല അടി കൊടുത്തിട്ട് അവരെ അനുസരിപ്പിക്കാൻ പറ, എന്നിട്ട് മതി രാജ്യത്തെ പൊതുജനങ്ങളോട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.